സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി സമാഹരിച്ചത് 47 കോടി 87 ലക്ഷം രൂപയെന്ന നിയമസഹായ സമിതി. ക്രൗഡ് ഫണ്ടിംഗിന്റെ വിവരങ്ങൾ ഭാരവാഹികൾ പുറത്തുവിട്ടു. 36 കോടിയോളം രൂപ ചെലവായെന്നും ബാക്കിയുള്ള തുക എന്തു ചെയ്യണമെന്ന് റഹീം നാട്ടിലെത്തിയ ശേഷം തീരുമാനിക്കുമെന്നും ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു. 18 വർഷമായി സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിനെ ഉമ്മ തടവറയിലെത്തി കണ്ടതുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ പലതും പ്രചരിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് നാട്ടിലുള്ള നിയമസഹായ ട്രസ്റ്റ് കമ്മിറ്റി സമാഹരിച്ച തുകയുടെ കണക്കുകൾ പുറത്തുവിട്ടത്. ക്രൗഡ് ഫണ്ടിംഗ് വഴി 47 കോടി 87 ലക്ഷത്തി 65,347 രൂപ സമാഹരിച്ചു. ദിയാധനം ഉൾപ്പെടെ ചെലവായത് 36 കോടി 27 ലക്ഷത്തി 34,927 രൂപ. 17 കോടി 60 ലക്ഷത്തി 30,420 രൂപ ട്രസ്റ്റിൻ്റെ അക്കൗണ്ടിലുണ്ട്. ഈ തുക എന്തു ചെയ്യണമെന്ന് റഹീം നാട്ടിലെത്തിയ ശേഷം തീരുമാനിക്കും. ആപ്പ് വഴി വളരെ സുതാര്യമായിട്ടാണ് ഫണ്ട് ശേഖരണം നടന്നതെന്നും കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. 47 കോടി 87 ലക്ഷത്തി 65,347 രൂപ വരവും 36 കോടി 27 ലക്ഷത്തി 34,927 കോടി ചെലവും ബാക്കി 11 കോടി 60 ലക്ഷത്തി 30,420 ബാലൻസുമുണ്ട്. ഇനി റിയാദ് കമ്മിറ്റിക്കും അതുപോലെ തന്നെ നാട്ടിലെ ട്രസ്റ്റ് കമ്മിറ്റി ചിലവായ തുകയും അതുപോലെ നമ്മളെ ആപ്പായിരുന്ന സ്പൈൻ കോഡിനുള്ള TDS അടക്കം ഉള്ള പണം കൊടുക്കാനുമുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ നിയമപ്രകാരം ബൈലോ പ്രകാരം ഈ റഹീം നാട്ടിലെത്തിയതിന് ശേഷം ഞങ്ങൾ കൂടി ആലോചിച്ചിട്ട് ആ പണം എന്ത് ചെയ്യണം, എങ്ങനെ ചിലവാക്കണമെന്നൊക്കെ തീരുമാനിക്കും. 9 ലക്ഷം പേരാണ് ചെറുതും വലുതുമായ സഹായം നൽകി ധനസമാഹരണത്തിൽ പങ്കാളികളായത്. അബ്ദുൾ റഹീമിൻ്റെ കുടുംബവുമായി നിയമസഹായ സമിതി ഭിന്നിപ്പിലാണെന്ന പ്രചാരണവും ഭാരവാഹികൾ തള്ളി. റഹീമിൻ്റെ മോചനവുമായി ബന്ധപ്പെട്ട് 17-നാണ് റിയാദിലെ ക്രിമിനൽ കോടതിയുടെ സിറ്റിംഗ്. മോചന ഉത്തരവ് ഉടനുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. കൈരളി ന്യൂസ്, കോഴിക്കോട്.